ഇനി അഞ്ചാമത്തെ ചോദ്യം, 4 ചോദ്യം അവിടെ ബാക്കിയുണ്ട്. അഞ്ചാമത്തെ ചോദ്യം, നാട് നീളെ വ്യാപകമായി റബീഉൽ അവ്വലിൽ നിങ്ങൾ ഈ ഉമ്മത്തിനെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്ന, ലേഖനമായും പ്രഭാഷണമായും വ്യാപകമായി ചെറിയ മക്കളെ കൊണ്ടുപോലും പള്ളികൾ മദ്രസകളിൽ നിന്ന് പറയുകയും പാടിപ്പിക്കുകയും ചെയ്യുന്ന ആശയമാണ് നബിദിനാഘോഷത്തിൻ്റെ ഭാഗമായി റബീഉൽ അവ്വൽ 12 നബി ജനിച്ച ദിവസം അത് ലൈലത്തുൽ ഖദ്റിനേക്കാളും പുണ്യമാണ് എന്നും 2 പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ് എന്നും 3ാമത്തെ ഈദാണ് എന്നും ഒക്കെ നിങ്ങൾ പറയാറുണ്ട്. എങ്കിൽ അതിന് വല്ല പ്രമാണം ഉദ്ധരിക്കാമോ? വിശുദ്ധ ഖുർആനോ സ്വഹീഹായ ഹദീസോ സ്ഥിരപ്പെട്ട ഇജ്മാഅോ വ്യക്തമായ ഖിയാസോ? അതാണ് വാദത്തിലെഴുതിയ പ്രമാണങ്ങൾ. ഈ 4 പ്രമാണം, ഖുർആൻ, ഹദീസ്, ഇജ്മാഅ, ഖിയാസ്, ഈ 4 പ്രമാണങ്ങളിൽ വല്ല പ്രമാണവും ഉദ്ധരിക്കാൻ പറ്റുമോ? നബിദിനാഘോഷത്തിന്റെ ഭാഗമായി നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ കളവ് പൊളിക്കാനാണ് ഈ ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നത്. നബിതങ്ങൾ ജനിച്ച ദിവസത്തിന് റബീഉൽ 12-ന് ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമുണ്ടെന്ന് പറയാൻ, 2 പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണെന്ന് പറയാൻ, 3ാമത് ഈദാണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് പ്രമാണമുള്ളത്? വിശുദ്ധ ഖുർആനുണ്ടോ? തിരുസുന്നത്തുണ്ടോ? ഇജ്മാ ഉണ്ടോ? ഖിയാസ് ഉണ്ടോ? പിൽക്കാലത്തെ ഇമാമികളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇനി കൂട്ടിമാട്ടി വായിക്കാൻ പോണ്ട, അത് നമുക്ക് ആവശ്യവുമില്ല. ഈ 4 പ്രമാണങ്ങളിൽ ഏതു പ്രമാണത്തിന് പിൻബലമാണ് ഇത് പറയാൻ നിങ്ങൾക്കുള്ളത്? കാരണം ഇവിടുത്തെ എല്ലാ സാധാരണക്കാരെയും നിങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച കാര്യമാണത്. എല്ലാ പ്രാവശ്യം വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു ശുദ്ധമായ അബദ്ധമാണ്, കളവാണത്. ആ കളവ് ആളുകൾ പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞ ലൈലത്തുൽ ഖദ്ർ 1000 മാസത്തേക്കാൾ പുണ്യമെന്ന് പറഞ്ഞത് അതിനേക്കാൾ മറികടക്കുന്ന ഒരു ദിനമുണ്ടെങ്കിൽ തെളിവ് വേണമല്ലോ. ഒന്നിൽ ഖുർആൻ വേണം, അല്ലെങ്കിൽ ഹദീസ് വേണം, അല്ലെങ്കിൽ ഇജ്മാഅ് വേണം, അല്ലെങ്കിൽ ഖിയാസ് വേണം. ഈ 4 പ്രമാണങ്ങളിൽ ഏതിൻ്റെ പിൻബലമാണ് ഈ വാദത്തിന് നിങ്ങൾക്കുള്ളത് എന്നാണ് 5ാമത്തെ ചോദ്യം. എന്നാലും ആഘോഷിക്കാമെന്ന് പറഞ്ഞ KM മൗലവിയെ തൊടാൻ ധൈര്യമില്ല. നിങ്ങളുടെ മോഡേണിസ്റ്റ് ഖാദിയാനി നെക്സസ് ഉണ്ടല്ലോ, ആ നെക്സസ് ഞങ്ങളുടെ മുമ്പിൽ ചെലവാകില്ലെന്ന് പറയാനാണ് ഈ ചെറുവാടിയിലെ സംവാദം. ഇത് നിങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കും. ഏതായാലും പ്രൂഫ് പോയിന്റിൽ എപ്പിസോഡുകൾ ചർച്ച ചെയ്യാൻ മാത്രമുള്ള ഇബാറത്തുകൾ ഇവിടെയുണ്ട്. ഏതായാലും നിങ്ങൾ പ്രൂഫ് പോയിന്റ് നടക്കട്ടെ. അതുകൊണ്ട് വീണ്ടും ചോദിക്കുന്നു, വീണ്ടും നിങ്ങൾ നേരത്തെ പറഞ്ഞ ഓരോ ചോദ്യങ്ങളുടെ മുമ്പിലും ആ ചോദ്യങ്ങളുടെ മുമ്പിലും നിങ്ങൾക്ക് ഉത്തരം, നിങ്ങൾ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾക്ക് പറഞ്ഞ മറുപടികൾ, ആ മറുപടികൾ നിങ്ങളുടെ മാനദണ്ഡങ്ങൾ പൊളിച്ചിട്ടുണ്ട്. നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ നബിദിനാഘോഷം നിർബന്ധമാണോ? ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ വൽതകും മിൻകും ഉമ്മ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടന ഉണ്ടാക്കി എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടനയുണ്ടാക്കൽ നിർബന്ധമാണോ? ആ സംഘടനയുണ്ടാക്കൽ നിർബന്ധമാണോ? നിങ്ങൾക്ക് ഇതിന് ചോദ്യാണെന്ന് പറഞ്ഞിട്ട് വെറുതെ വരകാൻ നിൽക്കണ്ട. ഇത് നിങ്ങൾ ആലോചിക്കേണ്ട ചോദ്യങ്ങളാണ്, ഓഡിയൻസ് ആലോചിക്കേണ്ട ചോദ്യങ്ങളാണ്. അതുകൊണ്ട് മറുപടി പറയാൻ, ഞങ്ങൾ പറയുന്ന ഓരോ മറുപടികളും നിങ്ങളുടെ മാനദണ്ഡങ്ങളെയാണ് പൊളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഇബ്നു തൈമിയ്യ നേരത്തെ പറഞ്ഞിട്ടുള്ള, ഇബ്നു തൈമിയ്യ ചെയ്തിട്ടുള്ള, പതിവായി ചെയ്തിട്ടുള്ള ആ സ്വതക്ക കൊടുക്കുക എന്ന കാര്യം, ആ കാര്യത്തെക്കുറിച്ച് എന്ത് വാക്കാണ്, എന്തു പ്രതികരണമാണ് ഇവിടെ നടത്താൻ കഴിഞ്ഞത്? നിങ്ങളുടെ വാദം പൊളിയുകയല്ലേ. സ്വഹാബത്തിന് പതിവില്ല, താബിയകൾക്ക് പതിവില്ല, സലഫു സ്വാലിഹികൾക്ക് പതിവില്ല. കൂലിയുണ്ടെങ്കിൽ അവരൊക്കെ ചെയ്യുമായിരുന്നില്ലേ? ഇനി കൂട്ടത്തിൽ മറന്നിട്ടുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കുകയാണ്, ചെറുവാടി നിങ്ങൾ ഓഡിയൻസിനോട് പറഞ്ഞ മറ്റേ സംഭവങ്ങളുണ്ടല്ലോ. ഏത് മറ്റേ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ധാരണ പിശക് പറ്റിയ ഖാന റിസാല ഉണ്ടല്ലോ, അത് പറയൂ. ആ ഖാന റിസാല പറയൂ, ഓരോന്നും ഇങ്ങനെ എണ്ണി പറഞ്ഞോളൂ പഠിച്ചത്. ഇവിടെ ഇബ്നു തൈമിയ്യ നിങ്ങൾ പറഞ്ഞ വാദപ്രകാരം ഇബ്നു തൈമിയ്യ ബിദ്അത്ത് പ്രചരിപ്പിച്ചു എന്നല്ലേ വരുന്നത്? എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നത്? KM മൗലവി പറഞ്ഞ ആഘോഷത്തിൽ നിന്നാ പോരെ? ഓതിയത് KM മൗലവിയല്ലേ? ഞങ്ങൾ നബിദിനത്തെ എതിർക്കുകയോ നഊദു ബില്ലാഹ് എന്ന് അതിശയോക്തി പറഞ്ഞത് നിങ്ങളുടെ അൽ ഇർഷാദ് അല്ലേ? എന്തിനേറെ പറയണം ഒരു ഐക്യ സംഘത്തിന്റെ 11ാം വാർഷിക റിപ്പോർട്ടിൽ കാണാം, മൗലിദാഘോഷം നടത്തിയെന്ന് മാത്രമല്ല തരവ്യത്യാസമില്ലാതെ സദ്യ വിതരണം ചെയ്തു. നബിദിനാഘോഷം നടത്തുകയും സദ്യ ഉണ്ടാക്കുകയും വിതരണം ചെയ്യുകയും ചെയ്ത ആളുകളാണ് ഞങ്ങളെ ഈ ചോദ്യം ചെയ്യുന്നത്. ഏതായാലും വിസ്ഡംകാർക്ക് KM മൗലവിയോടും EK മൗലവിയോടും മറുപടി പറയാതെ നിങ്ങൾക്ക് നാളെ ആദ്യം മഹ്ശറിൽ നിന്ന് ഓരെ കണ്ടിട്ട് മറുപടി പറയേണ്ടി വരും. പിന്നെ ആരാണ് ഇത് പുണ്യമുള്ളതാണ്, ആരെങ്കിൽ പുണ്യമുള്ളതാണോ എന്ന്, ഈദാണോ എന്ന് നിങ്ങൾ ചോദിച്ചല്ലോ അഫ്ദലിയത്തിന്റെ കാര്യം. നിങ്ങളുടെ സാക്ഷാൽ ഇബ്നു തൈമിയ്യയെ കുറിച്ച് ഇബ്നുൽ ഖയ്യിം സാദുൽ മആദ് രേഖപ്പെടുത്തുകയാണ്, ഇന്ന ലൈലത്തുൽ ഇസ്റാഇ ഫീ ഹഖ്ഖിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു മിൻ ലൈലത്തിൽ ഖദ്രി.
ലൈലത്തുൽ ഖദ്റിനേക്കാൾ ലൈലത്തുൽ ഇസ്രാഇന് നബി തങ്ങൾക്ക് പുണ്യമുണ്ട്. നബി തങ്ങളുടെ ഹക്കിലേക്ക് ചേർത്തി നോക്കുമ്പോൾ അത് പുണ്യകരമാണ്. എന്താ പ്രത്യേകത? നബി തങ്ങളുടെ ഒരു ദാത്തിയായ പ്രത്യേകതയാണ് പറയുന്നത്. ഞാൻ പറയട്ടെ, ഇബ്നു തൈമിയ്യക്ക് ഇത് പറയാൻ, ഇബ്നുൽ ഖയ്യിമിന് സാദുൽ മആദിൽ ഈ അഫ്ളലിയ്യത്ത് ഉദ്ധരിക്കാൻ എവിടുന്നാണോ രേഖ കിട്ടിയത്, എവിടുന്നാണോ മാനദണ്ഡം കിട്ടിയത്, അതേ മാനദണ്ഡം, അതിന്റെ മുമ്പിൽ എന്ന് പറയുന്നില്ല, അതിന്റെ പിൻപിൽ എന്ന് പറയുന്നില്ല, അതേ മാനദണ്ഡം, ആ മാനദണ്ഡം തന്നെ നിങ്ങളുടെ ഈ വക ചോദ്യങ്ങൾക്ക് സ്വീകരിച്ചാൽ മതി. ആ ചോദ്യങ്ങളെ കൊണ്ടൊന്നും നിങ്ങൾക്ക് ഹാഫിള് ഇബ്നു ഹജർ തങ്ങളുടെ തീരുമാനത്തെ മറികടക്കാൻ കഴിയില്ല. ഇമാം സുയൂത്തിയുടെ തീരുമാനത്തെ മറികടക്കാൻ കഴിയില്ല. നൂറ്റാണ്ടുകളായി മുസ്ലിം ലോകം നിരാക്ഷേപം ചെയ്തു വന്ന തീരുമാനങ്ങളെ മറികടക്കാൻ കഴിയില്ല. നിങ്ങളുടെ വഹാബി പ്രസ്ഥാനം തന്നെ രൂപീകരിക്കപ്പെട്ട നിങ്ങളുടെ സ്ഥാപക നേതാക്കളെന്ന് ഏത് അനാചാരങ്ങൾക്കെതിരെയും ശക്തിയുക്തം പ്രതികരിക്കുന്ന ആളെന്ന് നിങ്ങൾ പറഞ്ഞ കെ.എം. മൗലവി, ആ കെ.എം. മൗലവി കൊണ്ടുവന്ന മാനദണ്ഡങ്ങളെ, ഈ കെ.എം. മൗലവി കൊണ്ടുവന്ന മാനദണ്ഡങ്ങളെ, 950കളിൽ നിങ്ങളുടെ സാക്ഷാൽ അൽമനാർ എഴുതിയ മാനദണ്ഡങ്ങളെ, ആ മാനദണ്ഡങ്ങളെ മറികടക്കാൻ ഖാദിയാനികളുടെ സോഫ്റ്റ്വെയർ സ്വീകരിച്ച് നിങ്ങൾ ഉണ്ടാക്കിയ നെക്സസിൽ നിന്ന് രൂപപ്പെടുത്തിയ പുതിയ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, ആ മോഡേണിസ്റ്റ് സോഫ്റ്റ്വെയർ കൊണ്ട് നിങ്ങൾക്ക് അതിനെ മറികടക്കാൻ കഴിയില്ല. നിങ്ങൾ കുറെ കാര്യത്തിൽ മർക്കസു ദഅവക്കാരോടും കേന്നുമാകാരോടൊക്കെ തെറ്റി ഇങ്ങോട്ട് പോകുന്നതല്ലേ. ജിന്ന്, വസീലത്തു ശിർക്ക് ഓരങ്ങളോട് പറയലില്ലേ, നിങ്ങൾ ഖുറാഫിയായല്ലോ, നിങ്ങൾ സുന്നികളേക്കാൾ കടുത്തവരായല്ലോ എന്നൊക്കെ പറയലില്ലേ. എന്തിനാ അതൊക്കെ കേട്ട് അവിടെ നിൽക്കുന്നത്? ഇവരൊക്കെ പറഞ്ഞ ഏറ്റവും ചുരുങ്ങിയത് ഇബ്നു തൈമിയ്യയുടെ മാനദണ്ഡത്തിലേക്ക് പോരൂ, ഹാഫിദ് ഇബ്നു ഹജർ തങ്ങളുടെ മാനദണ്ഡത്തിലേക്ക് പോരൂ. അടുത്ത കൊല്ലം ഇതേ ഓഡിറ്റോറിയത്തിൽ നമുക്ക് ഒരുമിച്ച് ഹാഫിദ് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞ ദലീൽ ഉയർത്തിപ്പിടിച്ച് നബിദിനാഘോഷം സന്തോഷകരമായി നടത്താം. അതിലേക്ക് വരൂ. നിങ്ങൾ മാറ്റങ്ങളൊക്കെ കുറെ കണ്ടു കാണാണ്ടല്ലോ, ആ മാറ്റത്തിലേക്ക് വരൂ. അതൊക്കെ കുറേ കാലം ആഘോഷത്തിന് ഇങ്ങോട്ട് പോകുന്നത്, ഇങ്ങനെ വരാൻ നിവൃത്തില്ല. അതിൽ ആഗ്രഹിക്കുന്ന പഠിച്ചോൻ കാത്ത് രക്ഷിക്കട്ടെ. ഇതൊക്കെ ആഘോഷിച്ച് കണ്ട ഖുറാഫാത്തും ശിർക്കും മുഴുവൻ കൊണ്ടുവന്ന് അവസാനം മനസ്സിലായി ഇതൊന്നും ശരിയല്ല, ഇത് സ്വർഗത്തിലേക്കുള്ള വഴിയല്ല, ഇത് അഹ്ലുസുന്നത്ത് വൽ ജമാഅയല്ല. അത് മനസ്സിലാക്കിയപ്പോഴാ വഹാബിയത്തിന് മാറിയത്. ഇനി മരിക്കോളെ ഇൻഷാ അല്ലാഹ് ഈ ആശയത്തിൽ തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ പടച്ചറബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏതായിരുന്നാലും ശരി, നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമില്ലാത്തതുകൊണ്ട് മൂപ്പഴത്തെ പണ്ട് ഉണ്ടാക്കിച്ച റെഡിമെയ്ഡ് അതങ്ങനെ പറയാൻ സാരമില്ല, സാധു പറഞ്ഞോട്ടെ, വളർന്ന് വൃത്തിയില്ല. അപ്പം നമ്മൾ എത്ര വ്യക്തമായിട്ടാണ് ചോദിച്ചത്, പക്ഷേ പ്രമാണങ്ങൾ ഒന്നുപോലും ഞാൻ ചോദിച്ചെന്താ, ഖുർആനുണ്ടോ, ഹദീസുണ്ടോ, ഇജ്മാ ഉണ്ടോ, ഖിയാസ് ഉണ്ടോ, ഈ 4 പ്രമാണം ഏതാണുള്ളത്? അപ്പം ഇബ്നു തൈമിയ്യ എങ്ങനെ പറഞ്ഞു, ഇബ്നു ഖയ്യിം എങ്ങനെ പറഞ്ഞു? ഉച്ചക്ക് ശേഷം എന്താണ് ഇബ്നു തൈമിയ്യന്റെ മൗലൂദ്, ഇബ്നു ഖയ്യിമിന്റെ മൗലൂദ്, കെ.എം. മൗലവിന്റെ മൗലൂദ്, ഇതൊക്കെ എന്താ ഏശം എന്തെങ്കിലുമൊക്കെ ഒരു മെച്ചം കിട്ടിക്കൂടായില്ല. നല്ലത് തന്നെയാണ്, അങ്ങനെയെങ്കിലും നിങ്ങൾ ആവുകൊണ്ട് പക്ഷെ നല്ല വരുമല്ലോ. ആവട്ടെ, ഏതായിരുന്നാലും ഇവിടെ 6 ചോദ്യങ്ങൾ വ്യക്തമായി ചോദിച്ചു. അതൊന്നും ഉത്തരം പറയാൻ നിങ്ങൾ സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുകയുമില്ല.